സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി കൽപ്പനയോട് പറയണേ, കണ്ടില്ലേ, നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ കുട്ടി ഒന്നും മിണ്ടാതെ പോയത് കണ്ടില്ലേ? അതാണ് ആ കുട്ടിയെ കുടുംബത്തിൻ്റെ ഗുണം. ഇതുപോലെ ആടയാഭരണങ്ങൾ അണിഞ്ഞു മാത്രം നടന്നാൽ പോരാ, നല്ലൊരു മനസ്സുണ്ടാവണം, നന്നായിട്ട് പെരുമാറാൻ അറിഞ്ഞിരിക്കണം. എടാ വരണേ, നീ വേഗം ചെന്ന് റെഡിയായിക്കേ. അങ്ങനെ വരുൺ റൂമിനകത്തേക്ക് പോകുവാണ്. ഈ സമയം മുത്തശ്ശിയും അവിടെ നിന്ന് പോകുവാണ്. ഇതേ സമയം ഇതൊക്കെ കണ്ട് പ്രിയങ്ക അവിടെ സന്തോഷിച്ച് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കാറിന് പോയിക്കൊണ്ടിരിക്കുന്ന ശ്യാമേനെയും അശ്വതിനെയുമാണ്. അന്നേരം അശ്വതി ശ്യാമയോട് ചോദിക്കണേ, അല്ല ശ്യാമേ, നമ്മളിങ്ങനെ എപ്പോഴും ആ ക്ഷേത്രത്തിലേക്ക് പോകണോ? ഈ സമയം ശ്യാമ പറയണേ, പോണോ അശ്വതി ചേച്ചി, അവിടെ വെച്ച് എനിക്കെൻ്റെ മോളെ കാണാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇന്ന് പറ്റുവാണെങ്കിൽ അവിടുത്തെ തിരുമേനിയോട് അവിടെ രാപകൾ ഉപവസിക്കാൻ പറ്റുമോ എന്നും കൂടി ചോദിക്കണം. എൻ്റെ മോൾക്ക് വേണ്ടി എത്ര ദിവസം വരെ ഉപവസിക്കാനും ഞാൻ തയ്യാറാണ്. ഒന്നെങ്കിൽ ആ ഉപവാസത്തിൻ്റെ ഒടുവിൽ എനിക്കെൻ്റെ മോളെ കാണാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ തന്നെ എനിക്കെൻ്റെ കണ്ണടക്കാം. ജന്മം കൊണ്ടോ എൻ്റെ മോൾക്കൊരു പുണ്യം ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ മരണത്തിലൂടെയെങ്കിലും എൻ്റെ മോൾക്കൊരു പുണ്യം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അന്നേരം അശ്വതി വരാനേ, ശ്യാമി നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? ദേ, ഞാൻ ആ ചോദ്യം പിൻവലിച്ചു. നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ആദ്യം നമുക്ക് പൂക്കടയിൽ കയറാം, അവിടെ നിന്ന് പൂക്കളൊക്കെ വാങ്ങിച്ച് നേരെ ക്ഷേത്രത്തിലേക്ക് പോകാം. എന്താ അതുപോലെ? മതി അശ്വതി ചേച്ചി. പിന്നീട് കാണിക്കുന്നത് പൂക്കടയിൽ നിൽക്കുന്ന രാധികേനെയും അച്ഛനെയുമാണ് കേട്ടോ. അന്നേരം അച്ഛൻ ആ പൂക്കടക്കാരനോട് പറയണേ, അതെ, കുറച്ചധികം സാധനങ്ങളോട് വാങ്ങിച്ചോ, അവിടെ അമ്പലത്തിൽ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തിട്ടുണ്ട്, എങ്കിലും പൂജാ സാധനങ്ങളും മറ്റു ഉത്തരവാദിത്തം എന്നോട് നേരിടുക്കുമെന്ന് അവർ ചോദിച്ചു. നമ്മുടെ നാട്ടിൽ വരുന്നവരല്ലേ, നമ്മളങ്ങനെ തള്ളിക്കളയാൻ പാടില്ലല്ലോ. പൂമാല ഒരു 5 എടുത്തോ. സിനിമാക്കാരായത് കാരണം എന്താ അവരുടെ സ്വഭാവം എന്നൊന്നും അറിയില്ല. അന്നേരം രാധിക പറഞ്ഞേ, അവരെല്ലാവരും നല്ല ആൾക്കാരാച്ചാ, ഞാൻ ഇന്നലെ കണ്ടതല്ലേ. അങ്ങനെ അവരവിടെ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. ഇതേ സമയം ആ ഒരു പൂക്കടയിലേക്ക് തന്നെയാണ് കേട്ടോ ശ്യാമയും അശ്വതി എത്തുന്നത്. അങ്ങനെ വണ്ടി അവിടെ നിർത്തുവാണ്. അതിനുശേഷം അവർ ആ പൂക്കടയിലേക്ക് പോകാനായിട്ട് ക്രോസ് ചെയ്യാൻ റെഡിയായി നിൽക്കുമായിരിക്കും. ഈ സമയത്ത് അവിടെ നിൽക്കുന്ന 2 പേര് ശ്യാമയെ കാണുമ്പോൾ, ശ്യാമ മാഡം എന്ന് പറഞ്ഞ് ശ്യാമക്കരികിലെത്തുക. മാഡം, ഞങ്ങൾ മാഡത്തിൻ്റെ വലിയ ഫാൻസാണ്, മാഡം പാടിയ എല്ലാ പാട്ടുകളും ഞങ്ങളുടെ ഫേവറേറ്റാണ്, എല്ലാം വീണ്ടും വീണ്ടും കേൾക്കാറുണ്ട്. അതെയോ, ഒത്തിരി സന്തോഷം എന്ന് ശ്യാമ പറയുക. ഈ സമയം അവർ ചോദിക്കണേ, മാഡത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ. അതിനെന്താ, അങ്ങനെ അവരൊന്നിച്ച് സെൽഫിയൊക്കെ എടുക്കുവാണ് കേട്ടോ. അതിനുശേഷം അശ്വതി ശ്യാമയും കൂടി റോഡ് ക്രോസ് ചെയ്ത് പൂക്കടയിലെത്തുവാണ്. ഇതേ സമയം തന്നെ രാധികയും അച്ഛനും ആണെങ്കിൽ അവിടെ നിന്ന് പൂക്കളും സാധനങ്ങളും ഒക്കെ വാങ്ങി തിരിച്ച് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നാണ് ശ്യാമയുടെ കൂടെ സെൽഫി എടുത്ത പെണ്ണുങ്ങൾ അതുവഴി ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന രാധികേനെയും അച്ഛനെയും കാണുന്നത്. അങ്ങനെ ആ പെൺകുട്ടികൾ പറയണേ, അല്ല നീ നോക്കിക്കേ, ആ കുട്ടിയെ കാണാൻ ശ്യാമ അടുത്ത പോലെ തന്നെ ഇല്ലേ? ആ അതെയല്ലോ. അങ്ങനെ അവർ ക്രോസ് ചെയ്ത് പോകുകയാണ് കേട്ടോ. ഈ സമയം ആ 2 പെൺകുട്ടികളും നേരെ ശ്യാമയുടെ അരികിലെത്തുക. മാഡം, ഇപ്പോൾ ഇവിടുന്ന് പോയ പെൺകുട്ടി മാഡത്തിൻ്റെ മോളാണോ? മോളോ? എവിടെ? അല്ല, ആ കുട്ടിയെ കാണാൻ മാഡത്തെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ ചോദിക്കുക, എവിടെയാ ആ കുട്ടി? ദേ പോകുന്നു. അങ്ങനെ പറഞ്ഞ് രാധികയെ കാണിച്ചു കൊടുക്കുവാണ്. ഈ സമയം അച്ഛൻ്റെ കൂടെ പൊക്കോണ്ടിരിക്കുന്ന രാധികേനെ ശ്യാമയും കാണുവാണ് കേട്ടോ. മോള്, എൻ്റെ മോള് എന്ന് പറഞ്ഞ് ശ്യാമ പിന്നാലെ ഓടുവാണ്. പിന്നാലെ തന്നെ അശ്വതിയും ചെല്ലുന്നുണ്ട് കേട്ടോ. മോളെ എന്ന് പറഞ്ഞ് ശ്യാമ വിളിക്കുന്നുണ്ടെങ്കിലും രാധിക ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ റോഡിലൂടെ ഓടിപ്പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് ശ്യാമ ഇടിച്ചു തെറിപ്പിക്കുക. ഈ കാഴ്ച കാണുന്നതും അശ്വതി ഓടി അലറി വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തുക. ശ്യാമേ, കണ്ണു തുറക്കും ശ്യാമേ. അതെ, ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിക്കുമോ? അങ്ങനെ അവിടെ കൂടി നിന്നവരുടെയൊക്കെ സഹായത്തോടെ ശ്യാമയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഈ സമയം അശ്വതി ഡോക്ടറോട് പറയണേ, ഡോക്ടർ, ഇത് ശ്യാമയാ, സിംഗർ. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഒരു വണ്ടി വന്ന് തട്ടിയതാ. ഡോക്ടർ, എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. ഈ സമയം ഡോക്ടർ പറയണേ, ശരി, ഞങ്ങൾ നോക്കട്ടെ. പിന്നീട് അശ്വതി ഫോണിൽ ആരെയൊക്കെ വിളിച്ചറിയിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ പൂജക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയും അമ്പലമൊക്കെ അലങ്കരിക്കുകയൊക്കെ ചെയ്യുന്ന തിരുമേനിയും രാധികേനെയും ഒക്കെയാണ്. ഈ സമയം അവിടുത്തെ ഡയറക്ടർ തിരുമേനിയോട് വന്ന് പറയണേ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ മറ്റൊരു അമ്പലമായിരുന്നു ഷൂട്ടിങ്ങിന് വേണ്ടി കണ്ടുവച്ചത്, അത് കിട്ടാതെ വന്നപ്പോഴാണ് ഈ അമ്പലം എടുത്തത്. പക്ഷേ ആ അമ്പലം കിട്ടാതിരുന്നത് നന്നായെന്ന് ഇപ്പോൾ തോന്നുക. ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് വൈബൊക്കെ തോന്നുന്നുണ്ട്. അന്നേരം തിരുമേനി പറയണേ, ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഭക്തകൃത്യങ്ങൾ ഇതുവരെ മുടക്കാൻ വന്നിട്ടില്ല. എന്താണെങ്കിലും നിങ്ങളുടെ പ്രൊജക്റ്റെല്ലാം നന്നായിട്ട് തന്നെ നടക്കട്ടെ. ഈ സമയം രാധിക ചോദിക്കണേ, അല്ല വിനയപ്രസാദിനി മാഡം ഇന്നും വരുമോ? ആ വരുമല്ലോ. എന്നാച്ചാൽ ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് രാധിക അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം ജീവ അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാധികയെ കാണുമ്പോൾ ജീവ ചിരിക്കുവാണ്. ഈ സമയം രാധികയും ചിരിക്കുക. പിന്നീട് രാധിക അമ്പലക്കുളത്തിലേക്ക് പോകുവാണ്. രാധികയുടെ പിന്നാലെ തന്നെ ജീവിയും അങ്ങോട്ടേക്ക് എത്തുവാണ് കേട്ടോ. അങ്ങനെ കുടത്തിൽ വെള്ളം എടുത്ത് തിരിച്ച് കയറാനൊരുങ്ങുമ്പോഴായിരിക്കും അവിടെ നിൽക്കുന്ന ജീവയെ രാധിക കാണുന്നത്. ജീവ അങ്ങനെ രാധികയോട് വന്ന് സംസാരിക്കുക. എനിക്ക് നാട്ടുമ്പുറം ഗ്രാമീണത ഒക്കെ ഇഷ്ടം. ഞാൻ നാട്ടുമ്പുറത്തൊക്കെ വളർന്ന് ജീവിച്ചതൊക്കെ കൊണ്ടായിരിക്കാം ഞാനൊരു സിനിമാക്കാരനെന്ന് പറഞ്ഞ് എനിക്ക് കുറേ ബന്ധങ്ങളുണ്ടാകുമെന്നോ.
അല്ലെങ്കിൽ ഞാൻ കുറച്ച് മോഡേൺ ആയിരിക്കുമെന്നൊന്നും കുട്ടി തെറ്റിദ്ധരിക്കരുത്. കുട്ടിയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു അട്രാക്ഷൻ തോന്നി. അത് കുട്ടിയുടെ ഇന്നസെൻസും മറ്റുമൊക്കെ കൊണ്ടായിരിക്കും. അല്ല പേരെന്താ? അന്നേരം രാധിക എന്ന് പറയുവാണ്ടോ. എന്നിട്ട് ജീവ പറയണേ, എൻ്റെ പ്രണയവും സ്നേഹവും എല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് മാത്രം എടുക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അന്നേരം രാധിക ചോദിക്കണേ, അല്ല ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? ഈ സമയം ജീവ പറയണേ, ഞാൻ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയാൻ തീരുമാനിച്ചിരിക്കുക. എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടി ആലോചനകളൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ ഇയാളെ ഇഷ്ടമായി. സോ ഇയാളുടെ കാര്യം ഞാൻ വീട്ടിൽ പറയാൻ പോകുക. തനിക്കും അത് ഓക്കെ ആണെങ്കിൽ വീട്ടുകാർ വന്ന് തൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കും. ഈ സമയം രാധികയുടെ മനസ്സിൽ വരും രാധികയെ പ്രപ്പോസ് ചെയ്ത ആ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ. അങ്ങനെ രാധിക അത് പിന്നെ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോഴേക്കും ജീവ പറയണേ, വേണ്ട താനൊന്നും പറയണ്ട, ആലോചിച്ചിട്ട് പതിയൊരു തീരുമാനം പറഞ്ഞാൽ മതി. ഈ സമയം ഡയറക്ടർ അങ്ങോട്ടേക്ക് എത്തുക. ജീവ ഷോട്ട് റെഡിയായി, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. എന്നാൽ ശരി നമുക്ക് കാണാം. അങ്ങനെ പറഞ്ഞ് ജീവ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ വിനയപ്രസാദിൻ്റെ മാഡം അമ്പലത്തിൽ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തു വന്ന് നടയെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷോട്ടൊക്കെ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം രാധികയും അച്ഛനും അവരെല്ലാവരും അവിടെ നിന്ന് ഷൂട്ടിങ്ങൊക്കെ കാണുവാണ്. ഈ സമയം ജീവ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ജീവ അങ്ങനെ വരുന്ന സമയത്തേക്ക് രാധികയെ തന്നെ ഇങ്ങനെ നോക്കുമായിരിക്കും കേട്ടോ. രാധികയ്ക്കാണെങ്കിൽ അതൊന്നും അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നുമില്ല. പിന്നീട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിനയപ്രസാദിൻ്റെ മാഡത്തിൻ്റെ സാരി അവിടെ കത്തിച്ച് വെച്ച് തിരിയിൽ കയറി പിടിക്കുകയാണ്. അങ്ങനെ സാരിയിലേക്ക് തീ ആളിപ്പിടിക്കുന്നത് രാധിക കാണുക. അത് കാണുന്നതും രാധിക ഓടി വന്ന് കൈവച്ച് സാരിയിൽ പിടിച്ച ആ തീയൊക്കെ കെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം ഡയറക്ടറൊക്കെ ഈ കുട്ടി എന്തായി കാണിക്കുന്നത്? അപ്പോഴാണ് എല്ലാവർക്കും കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. അങ്ങനെ തീയൊക്കെ കൈകൊണ്ട് തന്നെ കെടുത്തുകൊണ്ട് രാധിക. ഈ സമയം രാധികയുടെ കൈയൊക്കെ പൊള്ളിപ്പോകുവാണ് കേട്ടോ. അന്നേരം അച്ഛൻ പറഞ്ഞേ, ഈശ്വര മോളുടെ കൈയൊക്കെ പൊള്ളിയല്ലോ. അതൊന്നും സാരമില്ല അച്ഛാ. ഈ സമയം വിനയപ്രസാദിന് മാഡം പറയണേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എന്നെ രക്ഷിക്കുന്നതിനിടയില്ല കുട്ടിക്കിത് പറ്റിയത്. ഈ സമയം ഡയറക്ടർ പറയണേ, നമ്മുടെ ആളുകളോട് പറയാം കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം, നമുക്ക് ഷൂട്ടിങ് കണ്ടിന്യൂ ചെയ്യാം മാഡം. അന്നേരം വിനയപ്രസാദിന് മാഡം പറയുക, തൽക്കാലം അത് വേണ്ട, എന്നെ രക്ഷിക്കുന്നതിനിടയില്ല ഈ കുട്ടിക്ക് അപകടം പറ്റിയത്. മനസാക്ഷി എന്നുള്ള സാധനം എനിക്കുണ്ട്, അതുകൊണ്ട് ഷൂട്ടിങ് കണ്ടിന്യൂ ചെയ്യാൻ എനിക്കിപ്പോൾ പറ്റില്ല. അതിൻ്റെ പേരിലുണ്ടാകുന്ന എന്ത് നഷ്ടവും ഞാൻ തന്നെ കോമ്പൻസേറ്റ് ചെയ്തോളാം. ഞാനിപ്പോൾ ഈ കുട്ടിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുക. അങ്ങനെ വിനയപ്രസാദിനി മാഡവും രാധികയും ആ പ്രൊഡക്ഷൻ കൺട്രോളും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂജ അവിടെ നടക്കേണ്ട കാര്യമുള്ളതുകൊണ്ട് അച്ഛന് വരാൻ പറ്റുന്നില്ല കേട്ടോ. അന്നേരം വിനയപ്രസാദിന് മാഡം പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, കൂടെ ഞാനുണ്ടല്ലോ, ഞാൻ ഭദ്രമായിട്ട് തിരികെ കൊണ്ടുവന്നോളാം. അങ്ങനെ പറഞ്ഞ് രാധികയും കുട്ടി അവിടെ നിന്നും പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ടെൻഷനോടുകൂടി നിൽക്കുന്ന അശ്വതിനെയാണ് കേട്ടോ. ഈ സമയം ഡോക്ടർ ശ്യാമയുടെ തലയിലെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് പുറത്തേക്ക് വരുക. അന്നേരം അശ്വതി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം ഡോക്ടർ പറയണേ, ഇതുവരെ ബോധം വന്നിട്ടില്ല, കുറച്ച് ബ്ലഡ് നഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് ബ്ലഡ് ആവശ്യം വരും. പിന്നെ ബോധം വന്നാലേ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. ശ്യാമ മാഡത്തിൻ്റെത് റെയർ ഗ്രൂപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോണർ സംഘടിപ്പിക്കാൻ നോക്ക്. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ കണക്റ്റ് ആക്കി നോക്കി, ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. നിങ്ങൾ കൂടി ശ്രമിക്കുക. ശ്യാമ മാഡം പോപ്പുലർ ആയിട്ടുള്ള ഒരാളല്ലേ, സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് മാത്രം മതി, പെട്ടെന്ന് ആൾ കിട്ടും. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോകുക. ഈ സമയം അശ്വതി പറയണേ, സോഷ്യൽ മീഡിയയിലിട്ടാൽ അതൊക്കെ ശ്യാമ അറിഞ്ഞാൽ ശ്യാമ സമ്മതിക്കില്ല, വേറെന്തെങ്കിലും വഴി നോക്കണം എന്ന് പറഞ്ഞ് ഫോണിൽ ആരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വതി. ഇതേ സമയം വിനയപ്രസാദിനി മാഡം രാധികയും കൂട്ടി അതേ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. അങ്ങനെ അശ്വതിയുടെ മുമ്പിൽ കൂടെ രാധികയെ ചേർത്ത് പിടിച്ച് വിനയപ്രസാദിനി മാഡം അവിടെ നിന്നും നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന അശ്വതി ഈ കാഴ്ച കാണുന്നുമില്ല. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.